ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഒരു പ്രാവശ്യം കൂടി കണ്ടുമുട്ടുവാണല്ലേ? ഒരാഴ്ച കൂടി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുവാണ്. എല്ലാവർക്കും സന്തോഷമാണോ? ക്ലാസ് കേൾക്കാൻ ഇഷ്ടമാണോ? അതോ ഇങ്ങനെ മടുത്ത് വിഷമിച്ചൊക്കെയാണോ വന്നിരിക്കുന്നത്? അല്ല അല്ലേ? എന്തൊരു സന്തോഷത്തോടു കൂടിയ വേദപാഠ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നതിൽ സന്തോഷത്തോടു കൂടി നമ്മുടെ സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സിസ്റ്റർ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം നൽകുകയാണ്. നമ്മൾ ഇന്ന് ഏത് പാഠമാണ് പഠിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു തുടർച്ചയായിട്ടൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പം 4ാമത്തെ കാര്യമാണ് പഠിക്കുന്നത്. എന്താണത്? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ആ സഭയുടെ സവിശേഷതകൾ. ഇന്ന് എത്രാമത്തെ ചാപ്റ്റർ എത്തി? 14 അല്ലേ? ഇനി ഒരു ചാപ്റ്ററും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം 14ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോക്കിയായിരുന്നോ? എന്താ അത്? സഭ സാർവത്രികമാണ്. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത്? സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്. ഇന്നിപ്പോൾ നമ്മൾ സഭ സാർവത്രികമാണ് പഠിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പി കണ്ണടച്ച് ജസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൂടെ ഈ സമയങ്ങളിലായിരിക്കുവാനായി അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. സഭയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും കേൾക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും ആഴത്തിൽ ഉറപ്പിക്കണമേ. ഒരിക്കലും ഈശോയെ വിട്ടു പിരിയുവാൻ, സഭയെ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവെ, ഈ സമയങ്ങളിൽ മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഈ സമയങ്ങളിൽ അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ഈ സമയങ്ങളിൽ മുഴുവനും അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ. നമ്മൾ പഠിക്കുന്നത് സഭ സാർവത്രികമാണ്. എന്താ ഈ സാർവത്രികം എന്നൊക്കെ പറഞ്ഞാൽ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി അല്ലേ? ഏകമാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അത് നമുക്കറിയാം, ഒന്നാണെന്ന് കണ്ടു. ആ ഒരു വാക്കിൽ തന്നെ നമുക്കതിൻ്റെ അർത്ഥമുണ്ട്. ഇനി ശ്ലൈഹികം എന്ന് പറയുമ്പം നമ്മൾ കണ്ടു, അത് ശ്ലീഹന്മാരിൽ നിന്നും തുടർച്ചയായിട്ട് ലഭിച്ചതാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ആ സഭ പരിശുദ്ധമാണ്, ഈശോ സ്ഥാപിച്ച സഭയാണ്, അത് പരിശുദ്ധമാണ്, അത് നമ്മൾ കണ്ടു അല്ലേ? സാർവത്രികമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാർവത്രികമായി കേൾക്കുന്നത് എന്നൊക്കെ കേൾക്കാറില്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും മുഴുവനായും ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വചനം വായിക്കാം. ഈശോ ഒരു നല്ല ഉപമ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപമയിലൂടെയാണ് സഭയുടെ സാർവത്രികത നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഈ വചനം ഒന്ന് വായിച്ചു നോക്കാം. ബൈബിൾ എല്ലാവരും ഒന്ന് എടുത്തേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 13:31 മുതലുള്ള വചനങ്ങൾ. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്താ കേട്ടത്? ഏത് ഉപമയാണ് ഈശോ പറഞ്ഞത്? ചെറിയ സെൻറ്റൻസേ ഉള്ളൂ അല്ലേ? വാക്യങ്ങളേ ഉള്ളൂ. ഏത് ഉപമയാ അത്? കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ. ഇതിൽ നമ്മൾ കൂടുതൽ വിശദമാക്കുന്നത് കടുകുമണിയുടെ ഉപമയെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. അതിനകത്ത് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ വീഡിയോ ഈ സമയം കാണാം. കടുകുമണി എത്രത്തോളം ചെറുതാണെന്ന് നമുക്കറിയാം. അത് വളർന്ന് എങ്ങനെ വലിയ ചെടിയായി തീരുന്നു എന്നൊക്കെ ഈശോ അരുളി ചെയ്യുന്ന ഈ ഉപമയുടെ വീഡിയോ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്ന് നോക്കിക്കേ. യേശു അവരോട് മറ്റൊരു സാദൃശ്യ കഥ പറഞ്ഞു. സ്വർഗരാജ്യത്തെ ഒരു കർഷകനെടുത്ത് തന്റെ പുരയിടത്തിൽ നട്ട ഒരു കടുകുമണിയോട് ഉപമിക്കും. അതെല്ലാ വിത്തുകളിലും ചെറുതെങ്കിലും വളർന്ന് തോട്ടത്തിലെ ചെടികളിൽ ഏറ്റവും വലിയൊരു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിന്റെ ശാഖകളിൽ കൂടുവെക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പിന്നെയും അവരോട് വേറൊരു സാദൃശ്യ കഥ പറഞ്ഞു.
സ്വർഗരാജ്യം 3 പറ മാവ് മുഴുവനും പുളിച്ചു പൊങ്ങുവാനായി അതിലൊരു സ്ത്രീ ചേർത്ത് വെച്ച പുളിപ്പിന് സമാനം. യേശു ജനക്കൂട്ടത്തോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് സാദൃശ്യ കഥകളിലൂടെയാണ്. സാദൃശ്യ കഥകളിലൂടെ അല്ലാതെ അദ്ദേഹം പൊതുജനത്തോട് ഒരു കാര്യവും സംസാരിച്ചില്ല. വീഡിയോ കണ്ടു അല്ലേ? നമുക്കറിയാം, യേശു പറഞ്ഞ ഉപമ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ ഇത്തിരി പോന്ന കടുകുമണി, അതായത് വിത്തുകളിൽ ഏറ്റവും ചെറുതല്ല കടുകുമണി, പക്ഷെ എങ്കിൽ കൂടി നമുക്കറിയാം ഈശോ ഓരോ ഉപമയും പറയുമ്പോഴും ഈശോയുടെ നാട്ടിൽ ആ മനുഷ്യർക്ക് മനസ്സിലാകുന്ന, അവർക്ക് സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഈശോ എപ്പോഴും ഉപമയായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അതായത് മുന്തിരിച്ചെടിയുടെ പറയുമ്പം സിസ്റ്റർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, അവിടെ എപ്പോഴും കാണപ്പെടുന്ന ഒരു ചെടിയാണ് മുന്തിരിച്ചെടി. ഇതുപോലെ തന്നെ പാലസ്തീനായിലെ യഹൂദര് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കടുകുമണി. കടുക് കൃഷി അവർക്ക് സുലഭമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്കറിയാം, ഈശോയ്ക്കറിയാം, ഇത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അന്ന് അവർ വളർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും ചെറിയൊരു വിത്താണ് ഈ കടുകുമണിയുടെ പ്രത്യേകത. എന്താ? അത് അതിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഒരു വലിയ ചെടിയായിത്തീരുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞത് കണ്ടോ, ഈ കടുകുമണി വളർന്ന് വലിയ ചെടിയായിത്തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളിൽ ഒത്തിരി പക്ഷികൾക്ക്, ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറാനുള്ള ഇടം ലഭിക്കുന്നുവെന്ന്. അതായത് അതിലെ പറന്നു പോകുന്നവർക്ക് ഒരു വിശ്രമ സങ്കേതമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പാർക്കുവാൻ കൂട് കണ്ടെത്തുവാനായിട്ടൊക്കെ ഈ ചെടി, കടുകുമണിയുടെ ഈ ചെടി അതിന് അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈശോ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈശോ ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥമുണ്ടാകുമല്ലോ അല്ലേ? കടുകുമണിയുടെ ഉപമയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് സഭയാണ്. കടുകുമണി വളർന്ന് ചെടിയായിത്തീരുന്നത് സഭയെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഈ കടുകുമണി അതിൻ്റെ മുഴുവൻ, അതായത് അതിൻ്റെ മാക്സിമം വളരുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വിത്താണ്, അത് മാക്സിമം വളരുന്നു. എന്നിട്ടോ അത് മറ്റുള്ളവർക്ക് അഭയം നൽകുന്നു. ഈ സഭയുടെ തുടക്കവും ഒരു ചെറിയ തുടക്കമാണ്. സഭയുടെ തുടക്കം എവിടെയാണ്? ആ പന്തക്കുസ്തായിലല്ലേ? സഭ പന്തക്കുസ്തായിൽ. ഈ ലോകം മുഴുവനുമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, പന്തക്കുസ്തായിൽ വളരെ കുറച്ച് പേര്. നമുക്കറിയാം, പത്രോസ്ലിഹായുടെ പ്രസംഗം 3000-ഓളം ആൾക്കാർ കേട്ടു. ആ സമയത്ത് അവർ അത്രയും പേര് ജ്ഞാനസ്നാനപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതേസമയം നമുക്ക് നോക്കാം, ആ സ്ഥലത്ത് സന്നിഹിതരായിരുന്നവരായിരുന്നു. ആ ഒരു ചെറിയ തുടക്കമായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ സഭയുടെ ഈ ചെറിയ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് സഭ എത്രത്തോളമായി നമുക്കറിയാമല്ലേ? ഇന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവനും സഭയുണ്ട് അല്ലേ? ഈ ഒരു വലിയ വളർച്ചയെ സൂചിപ്പിക്കുവാനായിട്ടാണ് യേശു അന്ന് ഈ ഉപമ പറഞ്ഞിരുന്നത് നമുക്ക് ഓർക്കാം. അതായത് പുളിമാവിൻ്റെ ഉപമയും ഇതുപോലെ തന്നെയല്ലേ? അല്പം പുളിമാവ് ആ മാവിനെ മുഴുവനും, അല്പം പുളിപ്പ് അത് മുഴുവനും പുളിപ്പിക്കുകയാണല്ലേ? അതായത് ചെറിയ കാര്യം മതി, അത് മുഴുവനും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് സഭയുടെ തുടക്കവും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ അംബ്രോസും ഒക്കെ സഭയെക്കുറിച്ച്, അതായത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നോഹയുടെ പെട്ടകത്തിൽ ഒരുതരം ആൾക്കാർ മാത്രമായിരുന്നു, അതായത് മനുഷ്യർ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്? അല്ല, പിന്നെ പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള ജന്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു, മൃഗങ്ങൾ, എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. ഇതും സഭയുടെ പൂർണ്ണ, അതായത് ആദിമ രൂപമായിരുന്നു, അല്ലെങ്കിൽ സഭയുടെ മുൻ രൂപമായിരുന്നു എന്നുള്ളതാണ് ഈ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഈ വിശുദ്ധർ പഠിപ്പിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഈ പാഠത്ത് ഈ ഭാഗത്ത് എന്തൊക്കെയാണ് കാണുന്നത് നോക്കാം. 5 പോയിന്റുകളാണ് കാണുന്നത് നമ്മുടെ ഈ പാഠഭാഗത്തുള്ളത്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളൊന്ന് സിസ്റ്റർ പറഞ്ഞു തരാം. എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ, പിന്നെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ, അതുപോലെ തന്നെ വ്യത്യസ്ത പാരമ്പര്യങ്ങളും സാർവത്രികതയും, സാർവത്രിക സൂനഹദോസുകൾ. ഇതിനകത്ത് ആദ്യത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം, എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. പന്തക്കുസ്തായിൽ ആരംഭിച്ച സഭ എന്ന് നമ്മൾ കണ്ടു അല്ലേ? പന്തക്കുസ്തായിൽ പാലസ്തീനായിൽ ഉണ്ടായിരുന്നവർ മാത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്? അല്ല. കാരണം നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ ശ്രവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ പാർത്രിയാക്കാരും മേദിയാക്കാരും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ളവർ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ ഈ പൗരസ്ത്യ നാട്ടിൽ നിന്നുള്ളവർ പോലും അവിടെ സന്നിഹിതരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം.
അങ്ങനെ ആ സമയത്ത് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ സഭയുടെ തുടക്കം തന്നെ സാർവത്രികമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ്? പന്തക്കുസ്തായിൽ സഭ ആരംഭിച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രതിനിധികൾ, അതായത് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലല്ലേ അല്ലേ? അങ്ങനെ വരുമ്പോൾ സഭ സാർവത്രികമാണ്, സഭയുടെ തുടക്കം തന്നെ സാർവത്രികമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പന്തക്കുസ്തായിൽ തുടങ്ങിയ സഭ, പന്തക്കുസ്തായിൽ ആരംഭിച്ച സഭ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ സാർവത്രികമായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതും കൂടി നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ അർത്ഥമാക്കേണ്ടത് സഭയുടെ സാർവത്രികതയുടെ, അതായത് അടിസ്ഥാനം എന്ന് പറയുന്നത്, സാർവത്രികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് സഭയുടെ സാർവത്രികതയുടെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ എല്ലായിടത്തും സന്നിഹിതമായിരുന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് സഭയുടെ സാർവത്രികതയുടെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഈ സാർവത്രികത എന്ന വാക്കിന് മറ്റൊരു വാക്കുണ്ടോ, അല്ലെങ്കിൽ ആ വാക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അല്ലേ. സാർവത്രികത ഈ ഒരു വാക്ക് പ്രകടമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പദം എന്ന് പറയുന്നത് കാത്തോലിക്കം അഥവാ സാർവത്രികം. കാത്തോലിക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചർച്ച് ഈസ് കാത്തലിക് എന്നാണ് പറയുന്നത് അല്ലേ. കത്തോലിക്ക സഭ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ വാക്ക് വന്നിരിക്കുന്നത് കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സമഗ്രത അല്ലെങ്കിൽ സാകല്യം. സാകല്യം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ, പക്ഷെ സമഗ്രത എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. സാർവത്രികം അതായത് മുഴുവൻ, ഹോൾ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സഭ എല്ലായിടത്തും, സഭ വലിയത്, അതായത് എല്ലായിടത്തും സന്നിഹിതമാണ് എന്നുള്ളതാണ്, എവരിവെയർ എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത്, അതായത് എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്നതുപോലെ തന്നെ സഭ ചേർത്ത് നിർത്തുകയാണ്. സഭ എന്ന് പറയുമ്പോൾ എന്താണ്? ഈശോ അല്ലേ. സഭ എന്ന് പറയുമ്പോൾ ഈശോ ഒരൊറ്റ കുടയുടെ കീഴിൽ, അതായത് ഒറ്റ ഒരു കാര്യത്തിൻ്റെ കീഴിൽ ഒന്നിപ്പിച്ച് നിർത്തുവാണ്. അവിടെ വേർതിരിവൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും കടുക് ചെടിയുടെ ശിഖരങ്ങളിൽ ആകാശത്തിലെ എല്ലാ പറവകൾക്കും അഭയം നൽകിയതുപോലെ നമ്മുടെ സഭയിൽ ലോകത്തിലുള്ള എല്ലാവർക്കും അഭയം നൽകുന്നുണ്ട്, ചേക്കേറുവാനുള്ള ഇടം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സഭ സാർവത്രികമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഒരു കുഞ്ഞു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. നമുക്കറിയാം, ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കും. അവരെല്ലാം കാണുന്നത് ഒരേ കാര്യം, പക്ഷെ അവർക്കൊക്കെ വ്യത്യസ്ത കണ്ണുകളാണല്ലേ. 100 പേരുടെയും വ്യത്യസ്ത കണ്ണുകളാണ്. അതായത് 200 കണ്ണുകൾ അവിടെയുണ്ട്, പക്ഷെ അവരൊക്കെ കാണുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്നത് ആരെയാണ്? സിസ്റ്ററിനെ കാണുന്നല്ലേ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ടീച്ചറിനെ കാണുന്നു. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ എങ്ങനെയാണ്? ഓരോരുത്തരുടെയും വ്യത്യസ്ത കണ്ണുകളല്ലേ അല്ലേ. പക്ഷെ എല്ലാവരും കാണുന്നത് ഒന്നാണ്. ഇതുപോലെ തന്നെ സഭയുടെ സാർവത്രികത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശോയിലേക്ക് നോക്കുന്നു, പക്ഷേ സഭ വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് സഭ വ്യത്യസ്തമാണെന്ന് പഠിച്ചത്? സഭ ഏകമാണെന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചു അല്ലേ. എത്ര വ്യക്തിസഭകളുണ്ട്? മിടുക്കർ, 24 വ്യക്തിസഭകളുണ്ട്. ഈ 24 വ്യക്തിസഭകളും ഒരൊറ്റ അധികാരത്തെ, മാർപ്പാപ്പയുടെ അധികാരത്തെ അംഗീകരിക്കുന്നു, ഈശോയിലേക്ക് എത്തി നിൽക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെയൊക്കെ നമ്മൾ എത്തി നിൽക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഈശോയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെയാണ്, സംസ്കാരങ്ങളിലൂടെയാണ്, പാരമ്പര്യങ്ങളിലൂടെയാണ് നമ്മൾ അനുകരിക്കുന്നതെങ്കിലും, നമ്മൾ നീങ്ങുന്നതെങ്കിലും നമുക്ക് ഒറ്റ ദൗത്യമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതെന്താണ്? നമ്മുടെ ഈശോയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ദൗത്യം എന്നുള്ളത് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം, സഭ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. സഭ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു, അതായത് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലേ. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തു.
അതായത് ബൈബിളിലെ ചരിത്ര കാലഘട്ടം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പോടു കൂടിയാണ്. ഈ അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ്. അതായത് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്. അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ അബ്രാഹത്തിൻ്റെ ആ കുടുംബം മാത്രമാണോ ദൈവം രക്ഷിച്ചത്? അല്ല, അല്ലേ? അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിലൂടെ, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിലൂടെ, യാക്കോബിൻ്റെ മക്കളിലൂടെ, പിന്നീട് ജോസഫിലൂടെ, അങ്ങനെ എല്ലാവരിലൂടെയും ദൈവം ആ ഒരു സമയത്തുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചു. തുടർന്ന് ആ രക്ഷ വന്നു നിൽക്കുന്നത് ആ ഈശോയിലൂടെ, തൻ്റെ ഏകജാതനിലൂടെ ലോകം മുഴുവനെ, മനുഷ്യവർഗത്തെ മുഴുവനും രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അബ്രാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്നിരുന്നത് നമുക്ക് നോക്കാം. അബ്രാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ജനതയെ ദൈവം രൂപീകരിച്ചു, അല്ലേ? ഇസ്രായേൽ ഒരു ജനതയെ മുഴുവൻ ദൈവം അവിടെ രൂപീകരിക്കുകയാണ് ചെയ്തത്. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒരു ജനതയെ രൂപീകരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെയും ഈ രൂപീകരണത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയായിരുന്നു. ആ രക്ഷ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരിലൂടെയാണ്? ഈശോയിലൂടെ, അല്ലേ? ഈ രക്ഷ അബ്രാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ആ വ്യക്തിയെ തെരഞ്ഞെടുത്തതിലൂടെ ഒരു ജനതയെ രൂപീകരിച്ചു. ആ ജനതയുടെ രൂപീകരണത്തിലൂടെ ലോകം മുഴുവനെയും രക്ഷിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഏകജാതനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചതിലൂടെയാണ് എന്ന് നമുക്കറിയാം. നോക്കുക, സർവ്വജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. നമുക്കറിയാമല്ലേ അത്? സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോ, അതായത് സർവർക്കും രക്ഷ നൽകുന്നു എന്നുള്ള ഒരു രക്ഷകനായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈശോയുടെ ജീവിതത്തിൽ അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവൻ കാര്യങ്ങളും രക്ഷയുടെ സന്ദേശമായിരുന്നു. ശരിയല്ലേ അത്? നമ്മൾ പല ഉപമകൾ കണ്ടു, പല കാര്യങ്ങൾ, സംഭവങ്ങൾ കണ്ടു. അതിനകത്തൊക്കെ ഈശോ എന്താണ് പറയുന്നത്? എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു ഈശോയാണ്, രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദേശമാണ് ഈശോ തൻ്റെ പ്രവർത്തനത്തിലൂടെ, ജീവിതത്തിലൂടെ, പ്രഘോഷണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്, അല്ലേ? അതുപോലെ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഈശോ തൻ്റെ മരണത്തിൻ്റെ അതിനുശേഷം ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. എന്ത് സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞത്? ആ രക്ഷകനായ ഈശോയെ പറഞ്ഞു കൊടുക്കാനാണ് ഈശോ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോ രക്ഷകനായിരുന്നു. ഈശോയുടെ ആരംഭവും ഈശോയുടെ ജീവിതവും ഈശോയുടെ അവസാന കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇന്ന് സഭയിലൂടെ തുടരുന്നതും ഈ രക്ഷയുടെ സന്ദേശമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശിഷ്യന്മാരെ സഭ, അതായത് ദൈവരാജ്യത്തിൻ്റെ ദൃശ്യ അടയാളമായ സഭയെ രൂപീകരിച്ചത് ആരിലൂടെയാണ്? ശിഷ്യന്മാരിലൂടെയാണ്. ദൈവരാജ്യത്തിൻ്റെ ദൃശ്യമായ അടയാളം എന്ന് പറയുമ്പോൾ എന്താണ് ദൈവരാജ്യത്തിൻ്റെ ദൃശ്യമായ അടയാളം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഈശോ പറയുന്നത്. അതായത് ദൈവരാജ്യം ഒരു രക്ഷയുടെ അനുഭവമാണ്. ഈ ഒരു രക്ഷയുടെ അനുഭവം ശിഷ്യന്മാരിലൂടെ അടിസ്ഥാനമിട്ട് സഭ രൂപീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നേരത്തെ പറഞ്ഞു, ഈ സഭയ്ക്ക് ഒറ്റ ദൗത്യമേ ഉള്ളൂ, സകലരെയും രക്ഷയിലേക്ക് ആനയിക്കുക എന്ന ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ. സകലർക്കും രക്ഷ പ്രദാനം ചെയ്യുവാനായി എത്തിച്ചേർന്ന ഈശോ സകലരെയും രക്ഷിച്ചതുപോലെ ഈ സഭയുടെ ഒറ്റ ദൗത്യം എന്നുള്ളത് സകലർക്കും രക്ഷ നൽകുക എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ലക്ഷ്യം എന്നുള്ളത്, ദൗത്യം എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇനി നമ്മൾ കണ്ടു എല്ലാ ജനങ്ങളെയും സഭ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അബ്രാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, അത് പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലൂടെ. അത് ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു സഭയെ അല്ലെങ്കിൽ ഒരു ജനതയെ രൂപീകരിച്ചു. പിന്നീട് ഈ രക്ഷയുടെ പൂർത്തീകരണമായി ഈശോ വന്നപ്പോൾ ഈശോ ഒരു സഭയെ മുഴുവൻ രൂപീകരിച്ചു. അങ്ങനെ സകല ജനങ്ങളെയും ലോകത്തിലുള്ള, നമുക്കറിയാമല്ലോ, ക്രൈസ്തവർക്ക് മാത്രമേ രക്ഷയുള്ളൂ? അല്ല, അല്ലേ? ക്രൈസ്തവർക്ക് മാത്രമല്ല രക്ഷയുള്ളത്, എല്ലാ ജനങ്ങൾക്കും രക്ഷയുണ്ട്. അത് എന്തിലൂടെയാണ് സാധ്യമായത്? ഈശോയുടെ രക്തത്തിലൂടെയാണ് ലോകം മുഴുവനും രക്ഷ ഈശോ പ്രദാനം ചെയ്തത്. സകലർക്കും രക്ഷയുടെ സദ്വാർത്തയായിട്ട് ഈശോ വന്നെങ്കിൽ ആ രക്ഷ ഈശോ പ്രദാനം ചെയ്തത് കുരിശുമരണത്തിലൂടെ
ഈശോയുടെ രക്തം നമ്മുടെ മേൽ ചിന്തിക്കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമായിട്ട് ഈശോ രക്തം ചിന്തിക്കൊണ്ട് സകലരെയും രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സഭ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാത്തോലികമാണ്, സാർവത്രികമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനം തന്നെ സഭ എല്ലാവരിലും എല്ലായിടത്തും സന്നിഹിതമായിരുന്നു കൊണ്ട് രക്ഷപ്രദാനം ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു അല്ലേ. ഈശോയിലൂടെ നമുക്ക് സഭയിലൂടെ ഈശോ നൽകിയ രക്ഷ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ, സഭ കാതോലികമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് സഭ കാത്തോലികമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? എല്ലായിടത്തും സന്നിഹിതമായിരുന്നു കൊണ്ട് എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് സഭ കാത്തോലികമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. കാത്തോലിക്കം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് ഓർക്കുന്നുണ്ടോ? അത് കാത്തോലികമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? കാത്തോലിക്കം എന്ന വാക്ക് വന്നിരിക്കുന്നത് മിടുക്കര് ഏതിലൂടെയാണ്? കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് കാത്തോലിക്കം എന്ന പദം ഉദ്ഭവിച്ചത് നമ്മൾ കണ്ടു. അതായത് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം കാത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ഇതിൻ്റെ അർത്ഥം സമഗ്രത അല്ലെങ്കിൽ സാകല്യം, മുഴുവനായിട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ചർച്ച് ഈസ് കാത്തലിക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഭ എല്ലായിടത്തുമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഇനി സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ, സഭ എല്ലാ ജനപദങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സിസ്റ്റർ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത് മനസ്സിലായോ? ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തുള്ള നമ്മുടെ ഹോംവർക്കായിട്ട് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ എഴുതേണ്ടത്. ചോദിക്കട്ടെ, എല്ലാ ജനപദങ്ങളെയും സഭ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്നും നമുക്ക് അർത്ഥമാക്കുന്നത്? എന്താണ്? അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ദൈവം മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിലൂടെ ഈശോ ആരെ രൂപീകരിച്ചു? ദൈവം ആരെ രൂപീകരിച്ചു? ഒരു ജനതയെ മുഴുവൻ രൂപീകരിച്ചു. എന്നിട്ട് അവർക്ക് രക്ഷപ്രദാനം ചെയ്തു. ഈ രക്ഷയുടെ പൂർത്തീകരണം എത്തി നിൽക്കുന്നത് ഈശോയിലാണ്. ഈശോ ഈ രക്ഷ നമുക്ക് നൽകുന്നത് എന്തിലൂടെയാണ്? സഭയിലൂടെയാണ് ഈ രക്ഷ നമുക്ക് നൽകുന്നത്. എല്ലാ ജനപദങ്ങളെയും, അതായത് ഈശോയുടെ രക്ഷയുടെ സദ്വാർത്തയായിട്ട് ലോകത്തിലേക്ക് വന്ന ഈശോയുടെ രക്തം വഴി എല്ലാ ജനപദങ്ങളെയും ഈശോ ഉൾക്കൊള്ളുന്നു, സഭ ഉൾക്കൊള്ളുന്നു. ഈശോ ആ ഒരു രക്ഷയിലേക്ക് എല്ലാവരെയും രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഉപമ ഏതാണ്? ഏതുപമയാണ്? എന്തിൻ്റെ? കടുകുമണിയുടെ അല്ലേ. നമ്മൾ അതിൻ്റെ വീഡിയോയും കണ്ടു. ഒരു ചെറിയ ഇത്തിരി പോകുന്ന ഒരു വിത്താണ് വളർന്ന് വലിയ മരമായിട്ട്, വലിയ ചെടിയായിട്ട് വരുന്നതും അനേകർക്ക്, അതായത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾക്കൊക്കെ ചേക്കേറാൻ ഇടം നൽകുന്നതെന്നും കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വചനം തന്നെ ഇന്ന് കാണാതെ പഠിക്കാം. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾക്ക് വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം വലിയ മരമായി മാറുന്നു. നമ്മൾ ഈ വചനം നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ സംശയം തോന്നും. കടുകിൻ്റെ ചെടി കണ്ടിട്ടുള്ളവർക്കൊരു ചെറിയ സംശയം തോന്നും, ഈ ചെടി ഇത്ര വലിയ വൃക്ഷമാണോ എന്ന് നമുക്ക് ഓർക്കുമല്ലേ? അല്ല, വലിയ വൃക്ഷമല്ല കടുകുമണി എന്ന് കടുക് ചെടി എന്ന് പറയുന്നത്. പക്ഷേ ഈശോ ഉദ്ദേശിച്ചത് ആ ചെറിയ വിത്തിൽ നിന്നും അതതിൻ്റെ മാക്സിമം വളർച്ചയാണ്, മാക്സിമം കഴിവാണ് പുറത്തെടുത്തിരിക്കുന്നത്. അത് ആ ചെറിയ വിത്ത് വളർന്ന് വലിയ ഒരു ചെടിയായിട്ട് തീരുന്നു. ആ ചെറിയ വിത്തിൽ നിന്നും ഇത്രയും വലിയ ചെടി ഉണ്ടാകുമോ എന്ന് നമുക്ക് അതിശയം തോന്നും. അതുകൊണ്ടാണ് ഈശോ ഇത് സഭയെ ഉപമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് എന്ത് തീരുമാനമെടുക്കാം? എല്ലാ ജനപദങ്ങളെയും സുവിശേഷം അറിയിച്ച ഈശോ എല്ലാ ജനങ്ങൾക്കും രക്ഷപ്രദാനം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഈശോയുടെ രക്ഷയുടെ സുവിശേഷം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലെല്ലാം ഞാനും പ്രസംഗിക്കും. എങ്ങനെ? വാഗുകൊണ്ട് മാത്രമല്ല പ്രസംഗിക്കേണ്ടത്, നമ്മുടെ ജീവിതം കൊണ്ടും നമുക്ക് പ്രസംഗിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് ഈശോ രക്ഷ നൽകി എന്നുള്ളത് നമ്മുടെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ, അതായത് ഈശോയെ അറിയത്തില്ലാത്തവർക്കൊക്കെ കൊടുക്കാനുള്ള കടമ നമുക്കുണ്ട്. ഈ ഒരു തീരുമാനം നമുക്കിന്നെടുക്കാം. അതുപോലെ തന്നെ പഠിച്ച വചനം നമുക്ക് കാണാതെ പഠിക്കുകയും ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഈ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം.
കടുകുമണിയുടെ ഉപമ ഒന്ന് വിശദീകരിച്ച്, ഇതുകൊണ്ടൊക്കെയാണ് ഈശോ കടുകുമണിയെ സഭയുടെ തുടക്കമായിട്ട്, അതായത് സഭയെ ഉപമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പപ്പായോടും മമ്മിയോടും അത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. സഭയെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ, സഭ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു, സഭ സാർവത്രികമാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എല്ലാം നമ്മൾ കണ്ടു. ഈ കാര്യങ്ങൾ മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ചിരുന്നേ എല്ലാവരും. നല്ല ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ ഞങ്ങൾ അനുഭവിച്ചു. അങ്ങ് സഭയിലൂടെ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തു. സഭ നൽകുന്ന രക്ഷയെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അങ്ങ് നൽകിയ ഈ രക്ഷ ലോകം മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഭ സാർവത്രികമാണെന്ന് പറയുമ്പോൾ എല്ലാ ജനപദങ്ങളെയും ഉൾക്കൊള്ളുന്നു, എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സഭയിൽ അഭയം നൽകിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ലോകം മുഴുവനെയും അങ്ങ് ഈ സഭയുടെ കീഴിൽ ഒരുമിച്ച് ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ സഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അമ്മയുടെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളെ അമ്മയുടെ കീഴിൽ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.